3 കുട്ടികൾക്ക് ഒരേപോലെയുള്ള ഡ്രസ്സ് തയ്ക്കാനായിട്ടാണ് നമുക്ക് മെറ്റീരിയൽ കിട്ടിയിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ടൈപ്പാണ് നമുക്ക് ഡ്രസ്സ് തയ്ക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ലൈനിങ്, എൻ്റെ യോക്ക് പീസിൻ്റെ നല്ല തുണിയും അതിൻ്റെ ലൈനിങ്ങും, ഇത് സ്കേർട്ടിൻ്റെ ഭാഗത്ത് വരുന്ന നെറ്റ്, പിന്നെ അതിൻ്റെ അടിയിൽ വരാനായിട്ട് നെറ്റ് സ്റ്റിപ്പും ലൈനിങ്ങും. നമുക്ക് അടിയിൽ ഇതുപോലെ ഫ്രില്ല് ഒരുപാട് തയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ഇത് 3 സ്കേർട്ടിൻ്റെ ഭാഗത്തും വരാനായിട്ട് നമുക്ക് ഇതുപോലെ കുറേ തയ്ച്ചെടുത്ത് വെച്ചു. അത് തയ്ക്കാനായിട്ട് 3 ഇഞ്ച് വീതിയുള്ള നെറ്റാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊടുത്ത് ആദ്യം അടിച്ചടിച്ച് വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ സ്കേർട്ടിലേക്ക് തയ്ച്ചു പിടിപ്പിച്ചത്. എത്രത്തോളം നല്ല അടുത്ത് വരുന്നത് പോലെ ചെയ്യുന്നു അത്രത്തോളം ഭംഗിയായിരിക്കും. ഇങ്ങനെ ഓരോ സ്കേർട്ടിനും ഇങ്ങനെ ഓരോ സെറ്റായിട്ട് തയ്ച്ച് മാറ്റി മാറ്റി വെച്ചു. നമ്മൾ സ്കേർട്ടും യോക്കും എല്ലാം വെട്ടിയതിന് ശേഷം ബാലൻസ് വന്ന തുണിയിലാണ് ഇങ്ങനെ 3 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ വെട്ടി എടുത്തത്. ഇനി സ്കേർട്ടിൻ്റെ അടിയിലേക്ക് നെറ്റിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ തയ്ച്ച് പിടിപ്പിച്ച് കൊടുത്തു. അടിയിലെ തുണിയൊന്നും കയറി പിടിക്കാതിരിക്കാനായിട്ട് നമ്മളത് മാറ്റി കൊടുത്തിട്ടാണ് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നത്. അടുത്ത സ്കേർട്ടും ഇതുപോലെ അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുത്തു. ഇനി ബ്ലൗസ് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇങ്ങനെ ഫ്ലീറ്റ്സ് വരുന്നത് പോലെ മടക്കി തയ്ച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അകത്ത് നമുക്ക് മുത്തുകൾ പിടിപ്പിച്ച് കൊടുക്കണം. ഓരോ ഞെറിവിലും ഓരോ മുത്ത് എന്നപോലെ ഇതുപോലെ അകത്തിയാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുത്തത്. ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്.